സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. ഓം സമസ്തജന കല്യാണേ നിരതം കരുണാമയം നമാമി ചിന്മയം ദേവം സദ്ഗുരും ബ്രഹ്മവിദ്വരം. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. പരമാനന്ദമാധവം. ഓം വാർദ്ധായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അദ്വൈതാമൃതവർഷിണീം ഭഗവതീം അഷ്ടാദശാധ്യായിനീം അംബ ത്വാമനുസന്ദധാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. ഹരി ഓം. നമ്മൾ ഓരോരുത്തരും ഭഗവത്ഗീതയാണ് വിഷയമായിട്ട് കാണുക. ഭഗവത്ഗീതയിലെ പല 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 പ്രധാനപ്പെട്ട പോയിന്റുകളും നമ്മൾ കാണാൻ ശ്രമിച്ചു. അതിൽ തന്നെ എന്താണ് ഗീത, എന്തിനാണ് ഗീത ഇത്യാദി കാര്യങ്ങളും നമ്മൾ 108 വിഷയങ്ങൾ എന്നെല്ലാം പറഞ്ഞ് തുടങ്ങിയെങ്കിൽ കൂടെയും അതിൻ്റെ ഒരു തോട്ടായിട്ടാണ് നമ്മൾ കാണുക ബേസിക്കലി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ വിഷയങ്ങൾ കയറി പോകുന്നുണ്ട്. ഇനി ഇതെപ്പോഴാണ് വിഷയമാകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ഏറ്റവും അവസാനം എഡിറ്റിംഗ് ഒക്കെ വരുന്ന സമയത്ത് ഓരോരോ വിഷയങ്ങളെല്ലാം ആയിട്ട് വെട്ടി 108 വിഷയങ്ങൾ ചിലപ്പോൾ 108 മേളിലാവുക അങ്ങനെയൊക്കെ ആക്കി എടുക്കണം. ഓക്കെ, അപ്പം ഞാൻ ആ വിഷയത്തിൻ്റെ രീതിക്ക് തന്നെയാണ് പോകുന്നത്. നിങ്ങൾക്ക് മനസ്സിലായില്ലേലും ഇല്ലേലും ഓക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങളായിരിക്കും കാണാൻ ശ്രമിക്കുക. ഒന്ന്, സാഖ്യയോഗം എന്താണ് എന്ന് കാണാൻ ശ്രമിക്കും. 2ാം അധ്യായമാണ് സാഖ്യയോഗം. 2, വളരെ പ്രധാനപ്പെട്ട, പ്രത്യേകിച്ച് ആധ്യാത്മിക പാതയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ടുള്ള ഗുരു ഉപസദനം എന്താണ് എന്ന് കാണാൻ ശ്രമിക്കും. 3, വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഭഗവാന്റെ പുഞ്ചിരി. എന്തിനാണ് ഭഗവാൻ പുഞ്ചിരിച്ചത് അത് നമ്മൾ കാണാൻ ശ്രമിക്കും. കാര്യം അങ്ങനെയാണല്ലോ, നമ്മുടെ ടൈറ്റിലുകളൊക്കെ അങ്ങനെയാണല്ലോ. എന്താ ടൈറ്റിലുകൾ? നമ്മൾ പറയും എന്താ, അന്ന് അവിടെ തേർത്തട്ടിൽ സംഭവിച്ചത് എന്താണെന്ന് അറിയാമോ? ഈ സാധനങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? നിങ്ങൾ ഞെട്ടിപ്പോകും. അതാണ്. അപ്പൊ അതിനു മുമ്പ് ആദ്യം ഇതൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് എന്താണ് സാഖ്യയോഗം എന്താണ് എന്ന് അറിയണം എന്നാണ്. ഓക്കെ, എന്താണ് സാഖ്യയോഗം? കാര്യം നമ്മൾ അതാണ് പഠിച്ചുകൊണ്ടിരുന്നത് അല്ലേ. നമ്മൾ 1ാമത്തെ അധ്യായം അർജുന വിഷാദ യോഗം കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ സാഖ്യയോഗമാണ് കാണുക. ചിലപ്പോൾ അരമണിക്കൂറിൽ തീർന്നാൽ എനിക്കറിയത്തില്ല, ഇനിയോ 1 മണിക്കൂർ എടുത്തിട്ട് തീർന്നു എന്ന് പറഞ്ഞാലും അതും എനിക്കറിയത്തില്ല. ഇത് തുടങ്ങി കഴിയുമ്പോഴേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ്. ശരി, അപ്പം ഈ സാഖ്യയോഗം എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് നമ്മൾ ഒരിക്കൽ കൂടെ നമ്മുടെ ഓർമ്മയെ അല്ലെങ്കിൽ നമ്മൾ പഠിച്ചു വെച്ചിരുന്ന കാര്യത്തിന് ഒന്നുകൂടെ നമ്മളൊന്ന് കയറി നോക്കണം. കാര്യം അപ്പോഴേ നമുക്ക് ആ സാഖ്യയോഗത്തിന്റെ റെലവൻസ് മനസ്സിലാവുള്ളൂ. എന്താണ് അതായത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം എന്താണ് എന്ന് ചോദിച്ചു തുടങ്ങിയാൽ അതിൻ്റെ ഉത്തരം ഒറ്റ വാക്കിൽ നമുക്ക് പറയാം, അജ്ഞാനമാണ്, അവിദ്യയാണ്. അത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് സ്വാമി, കുറേ നാളായിട്ട് നിങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. അതേ പറയാൻ പറ്റത്തുള്ളൂ. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരൊറ്റ പരിഹാരമേ ഉള്ളൂ, എന്ത്? അജ്ഞാനത്തിനെ ഇല്ലാതെയാക്കുക. അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു മൂല കാരണമേ ഉള്ളൂ. എന്താണത്? അതിനെ അവിദ്യ അല്ലെങ്കിൽ അജ്ഞാനം എന്ന് പറയും. പക്ഷേ നമ്മൾ അത് കാണുന്നില്ല. പിന്നെന്ത് ചെയ്യും? നമ്മൾ ഈ പ്രശ്നങ്ങളുടെ പുറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രശ്നങ്ങളുടെ അവിദ്യ അല്ലെങ്കിൽ മൂലകാരണമായിട്ടുള്ള അവിദ്യയും നമ്മൾ ചില സമയത്ത് കാണുന്നില്ല. നമ്മളോ
അതിൻ്റെ റിസൾട്ടായിട്ടുള്ള, എന്തിൻ്റെ റിസൾട്ടാണ്? അവിദ്യയുടെ റിസൾട്ടായിട്ടുള്ള ശോകവും മോഹത്തിനെ ആയിരിക്കും ചിലപ്പോൾ നമ്മുടെ പ്രശ്നമായിട്ട് തിരിക്കുക. എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറയൂ, ശ്രദ്ധിച്ചോണം. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും റൂട്ട് കോസ് നമ്മുടെ അറിവില്ലായ്മയാണ്. പക്ഷെ ഈ അറിവില്ലായ്മ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കാണുന്നില്ല. മറിച്ച് ഞാൻ എന്താ കാണുന്നത്? ഞാൻ കാണുന്നത് എനിക്ക് ദുഃഖമുണ്ട് എന്ന് കാണുന്നുണ്ട്. എനിക്ക് ശരി എന്താണ് തെറ്റെന്താണെന്ന് അറിയാൻ പാടില്ല എന്നും മനസ്സിലാവുന്നുണ്ട്. സത്യത്തിൽ ഇതിൻ്റെയൊക്കെ കാരണം എന്താണ്? എൻ്റെ അറിവില്ലായ്മ. അപ്പൊ ഇവിടെ നമ്മൾ ആത്യന്തിക ജീവിത ലക്ഷ്യമായിട്ടുള്ള മോക്ഷം, ആനന്ദം, സന്തോഷം എന്നെല്ലാം പറയുന്ന ആ ഒരു കാര്യം, അത് മനസ്സിലാകണമെങ്കിൽ എന്ത് വേണം? സത്യം പറഞ്ഞാൽ ഈ ശോകമോഹങ്ങളെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ പോരാ, പിന്നെയോ അവിദ്യയെ ഇല്ലാതെയാക്കണം. ഒന്നുകൂടെ പറഞ്ഞാൽ, നമ്മൾ കൊച്ചുകുട്ടി കരയുകയാണ്. കരയുന്ന സമയത്ത് എന്താണ്? അവർക്ക് ശോകമാണ്. ഈ ശോകം എന്താണ്? എങ്ങനെ നമ്മൾ മാറ്റുന്നത് മുട്ടായി കൊടുത്ത് മാറ്റും, ഇല്ലേ? അപ്പൊ എന്ത്? കൊച്ചു കരച്ചിൽ മാറിയിട്ട് ആച്ചിരിക്കും. ഇപ്പോഴത്തെ പിള്ളേരെ മുട്ടായി ഒന്നും കൊടുത്ത് കാണിക്കേണ്ട കാര്യമില്ല. മോളെ ഇങ്ങോട്ട് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഫോൺ എടുത്ത് അങ്ങോട്ട് കാണിക്കുമ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കൊച്ചു പെട്ടെന്ന് കണ്ടിട്ടില്ലേ? അങ്ങനെ. പക്ഷെ അതിൻ്റെ ആ മൂലകാരണമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ, കരച്ചിലേക്ക് എത്താനുള്ള പ്രശ്നങ്ങളെ മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടില്ല. നമ്മളും ഇവിടെ പല കാര്യങ്ങളെ വെച്ചിട്ട് ജുഗാഡ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു അഡ്ജസ്റ്റ്മെന്റ് പൊളിറ്റിക്സ് ആണ് നമ്മൾ ഇവിടെ ചെയ്യുന്നതെന്നാണ്. അപ്പം ഇവിടെ എൻ്റെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്താൻ ഞാൻ എന്ത് ചെയ്യണം? ഒരു സംശയവും വേണ്ട. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ആ പരമമായിട്ടുള്ള സത്യത്തിനെ, അല്ലെങ്കിൽ ആ ഒരു അറിവിനെ നേടണം. ഓക്കെ, എന്താ എൻ്റെ വിഷയം? സാഖ്യമാണ് എൻ്റെ വിഷയം. ഓക്കെ, അപ്പം ഈ അധ്യായത്തിൻ്റെ പേര് സാഖ്യയോഗമാണ് എന്നത് പറയുന്നത് ഇതുമായിട്ട് കണക്ഷൻ ഉണ്ടേ. കാര്യം എന്താന്ന് വെച്ചാൽ, ഇത്തിരി ഭാരത സംസ്കാരത്തിനെ പറ്റിയൊക്കെ പഠിച്ചിട്ടുള്ള ആൾക്കാർ സാഖ്യം എന്ന് കേട്ടാൽ പെട്ടെന്ന് 6 ആസ്തിക ദർശനങ്ങളിലേക്ക് മനസ്സിനെ കൊണ്ടുപോകും. എന്താ പറഞ്ഞു? ഒന്നുകൂടെ പറയൂ. അതായത് നമ്മുടെ ഇവിടെ നാസ്തിക ദർശനങ്ങളും ആസ്തിക ദർശനങ്ങളും ഉണ്ട് എന്നാണ്. എന്താ നാസ്തിക ദർശനം, ആസ്തിക ദർശനം എന്ന് പറഞ്ഞാൽ? പെട്ടെന്ന് സാമാന്യമായിട്ട് പറഞ്ഞാൽ, ഞാനും അതിൻ്റെ അകത്തൊരു വിചക്ഷണനൊന്നും അല്ല. ഓക്കെ, എന്താണ്? ഒന്ന്, നമ്മൾ ആസ്തികൻ അല്ലെങ്കിൽ നാസ്തികൻ എന്ന് പറഞ്ഞാൽ ഉടനെ പറയും ഈശ്വരൻ്റെ വിശ്വാസം ഇല്ലാത്ത ആൾക്കാരെന്ന് പറയും. അങ്ങനല്ല ഇവിടെ താല്പര്യം. പിന്നെന്താണ്? നാസ്തികൻ എന്ന് പറഞ്ഞാൽ വേദത്തിൻ്റെ പ്രമാണത്തിൽ വിശ്വസിക്കാത്തതാണ് നാസ്തികന്മാര്. വേദത്തിൻ്റെ പ്രമാണത്തിൽ വിശ്വസിക്കുന്നവരാണ് ആസ്തികന്മാർ. ഓക്കെ, അപ്പോൾ അങ്ങനെ വേദം സത്യമാണ്, വേദത്തിനനുസരിച്ച് ജീവിക്കണം എന്ന് കരുതുന്നതായിട്ടുള്ള 6 ആസ്തിക ദർശനങ്ങൾ വളരെ ശക്തമായിട്ട് ഭാരതത്തിൽ ഉണ്ടായിരുന്നു. ഓക്കെ, ഒന്ന് ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, പൂർവമീമാംസ, ഉത്തരമീമാംസ. ഈ ഉത്തരമീമാംസയാണ് നമ്മളെന്താണ് വേദാന്തം എന്ന് പറയാം. ഓക്കെ, അപ്പം ഇങ്ങനെയുള്ളത് ഈ ഒരു 6 ആസ്തിക ദർശനത്തിനെ പറ്റി നമ്മൾ കേൾക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ചിന്ത വരും. എന്താ ചിന്ത? ഈ സാഖ്യം എന്ന് പറഞ്ഞത് ഈ 6 ആസ്തിക ദർശനത്തിലുള്ള സാഖ്യമാണോ എന്നുള്ളൊരു ചോദ്യം വരും. ചില ആൾക്കാർ അങ്ങനെയൊക്കെ എടുത്ത് പ്രഭാഷണം നടത്തും. എന്താണ്? നമ്മുടെ ആസ്തിക ദർശനത്തിലെ സാഖ്യയോഗത്തിനെ ഭഗവാൻ സംക്ഷിപ്തമായി നമ്മുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ് സാഖ്യയോഗത്തിൽ. അങ്ങനല്ല എന്നാ. എന്താണ് കാര്യം? കപില ഋഷിയാൽ പ്രോക്തമായിട്ടുള്ള ആ സാഖ്യമല്ല ഇവിടെ പറയാം. ആ ദർശന സാഖ്യത്തിൽ എന്താണ്? സംഖ്യായായ ഇതം എന്നാണ്. അതായത് സംഖ്യയുമായി ചേർന്നത് എന്നാണ് പറയാം. അതായത് 24+1 തത്വങ്ങൾ, ആ തത്വങ്ങളെ പറ്റിയിട്ടാണ് അതിൻ്റെ അകത്ത് പറയാം. ഞാൻ സാഖ്യ ദർശനം പഠിച്ചിട്ടില്ലേ. ഓക്കെ, അപ്പം ആ സാഖ്യ അല്ല ഇവിടെ പറയുക. പിന്നെന്തോ ഇവിടെ എന്താണ് ഈ സാഖ്യദർശനം അല്ലെങ്കിൽ സാഖ്യയോഗം എന്നീ അധ്യായത്തിന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ ഈ അധ്യായത്തിന് ആ ഒരു പേര് വരാനുള്ള കാരണം എന്താണ്? സംശയം വേണ്ട, പറയും ആചാര്യന്മാർ പറയും. എന്താണ്? സമ്യക് ധ്യായത്തെ ആത്മാ ഇതി സാഖ്യം. എന്താണ്? ആത്മാവിനെ വേണ്ടും വണ്ണം അറിയിക്കുന്നത് കൊണ്ട്, ആ ആത്മജ്ഞാനം വേണ്ടും വണ്ണം അറിയിക്കുന്നത് കൊണ്ട് സമ്യക് ധ്യായതേ ആത്മാ ഇത് സാഖ്യ. ആത്മാതത്വത്തിനെ, ആത്മാവിനെ, അവനവനെ, ഞാൻ ആരാണെന്നുള്ളത് ഏറ്റവും വ്യക്തമായിട്ട് കാണിച്ചു തരുന്നത് കൊണ്ട് ഈ അധ്യായത്തിൻ്റെ പേര് സാഖ്യം എന്നായി. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണ്? ഞാൻ ആരാണ് എന്ന് അറിയാത്തതാണ്.
യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്ന് അറിയാത്തതാണ് നമ്മുടെ ഓരോരുത്തരുടെയും പ്രശ്നം. ഈ അധ്യായത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് തന്നെ എന്താണ്? ഞാൻ ആരാണ് എന്ന് കൃത്യമായിട്ട് നമ്മുടെ മുമ്പിലേക്ക് കാണിച്ചു തരുന്ന. ഓക്കെ, സമ്യക് ഖ്യായത്തെ ആത്മാ ഇതി സാഖ്യം. ഇനി യോഗം എന്ന് പറഞ്ഞാൽ എന്താ? യോഗം എന്ന് പറഞ്ഞാൽ അപ്പം നമ്മൾ പറയും യോജിപ്പിക്കുക, അല്ലെങ്കിൽ ഇവർ പറയും യോഗ. എന്താ യോഗ? ഇവിടെ ഒരു യോഗാകാരനുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞാൽ യോഗ എന്ന് പറയുന്നത്. അത് യോഗ എന്താ? മറ്റേ നേരത്തെ പറഞ്ഞ 6 സാഖ്യങ്ങളിലുള്ളതാണ്. ഓക്കെ, ഇതെന്താണ്? ഇത് യോഗം എന്ന് പറഞ്ഞാൽ യോജിപ്പിക്കുക. എന്താണ് സാഖ്യം? ഇവിടെ 2-ാം അധ്യായം എടുത്താൽ സത്യത്തിൽ ആ ആത്മജ്ഞാനത്തിനെ പറ്റിയിട്ട് പറയുന്നത് എവിടാണ്? 11 മുതൽ 30 വരെയുള്ള ശ്ലോകങ്ങളെയാണ് സംഖ്യമായിട്ട് പറയാം. 11 ശ്ലോകം മുതൽ 30 അവിടെയാണ് ആത്മതത്വത്തിനെ പറ്റി, ആത്മാവ് എന്താണ്, ആത്മാവ് ഇങ്ങനാണ്, അത് നശിക്കില്ല, ഇത്യാദി 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 കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്ന എവിടാണ്? 11 ശ്ലോകം മുതൽ 30 ശ്ലോകം വരെ. ഓക്കെ, ശാസ്ത്രമാണ്, അറിവാണ്, സാഖ്യമാണത്. ഓക്കെ, 20 ശ്ലോകങ്ങൾ. ഈ ശ്ലോകത്തിൽ ആത്മതത്വ വിചാരമാണ്. ഓക്കെ, ഈ ശ്ലോകത്തിൽ എന്താണ്? ആത്മതത്വ വിചാരമാണ്. അപ്പം സാഖ്യം എന്നുള്ള ആ പോർഷൻ വരുന്നത് അവിടാണ്. അപ്പം നമ്മുടെ വിഷയം ഇതാണ്, സാഖ്യയോഗമാണ് നമ്മുടെ വിഷയം. ജനന മരണങ്ങൾക്ക് അപ്പുറമാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധി, ഇതിനെയാണ് സാഖ്യബുദ്ധി എന്ന് പറയാം. കാര്യം എന്താ ഞാനിത് പറയാൻ കാരണം, വേറെ പല സ്ഥലങ്ങളിലും സാഖ്യബുദ്ധിയുള്ളവർ, യോഗ ബുദ്ധിയുള്ളവർ എന്നെല്ലാം ഭഗവാൻ പറയുന്നുണ്ട്. അപ്പോൾ എന്താ ഈ സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ? സാഖ്യബുദ്ധി എന്ന് പറഞ്ഞാൽ ഈ ആത്മാവിനെ പറ്റി അറിഞ്ഞ് ജനന മരണങ്ങൾക്ക് അപ്പുറമാണ് ആത്മാവ് എന്ന് മനസ്സിലാക്കുന്ന ബുദ്ധി, അതാണ് സാഖ്യബുദ്ധി. ഇനിയോ ഈ ബുദ്ധിയോട് ചേർന്ന ആൾക്കാരെയാണ് എന്ത് വിളിക്കുക? സാഖ്യന്മാർന്ന് ഇതിൽ വിളിക്കുക, ഭഗവത്ഗീതയിൽ വിളിക്കുക. മനസ്സിലാക്കിക്കോണം. കാര്യം എന്താ വെച്ചാൽ വേറെ പല സ്ഥലങ്ങളിൽ സാഖ്യന്മാര്, യോഗികള് എന്നെല്ലാം പറഞ്ഞിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് 3-ാം അധ്യായത്തിലൊക്കെ പറയും. ഓക്കെ, അതുകൊണ്ട് ഇതൊരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഓർത്തോണം. ഓക്കെ, ഇനിയോ യോഗം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞു ചേർക്കുകയാണ് എന്ന് പറഞ്ഞു. പക്ഷെ യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? മോക്ഷ സാധന അനുഷ്ഠാന നിരൂപണ ലക്ഷണം. എല്ലാം മനസ്സിലായല്ലോ? എന്താ അത്? ഈ സാഖ്യബുദ്ധി ഉണ്ടാകുന്നതിന് മുമ്പ് അതറിയാനായി എന്തെല്ലാം അനുഷ്ഠിക്കേണ്ടത് എന്ന് നമ്മളെ പഠിപ്പിച്ചു തരുന്നതാണ് യോഗം. അതായത് സാഖ്യബുദ്ധി എന്താണ്? ശ്രദ്ധിച്ചോണം. ഞാൻ ആരാണ് എന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അറിയുകയാണ് എന്ത്? സാഖ്യബുദ്ധി. ഇതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പല സാധനകളിൽ കൂടെ ഉയർന്നാലേ ആ സാഖ്യത്തിലേക്ക് എത്തിക്കുകയുള്ളൂ. അപ്പം ആ സാധനാപദത്തിനെയൊക്കെ കൂടെ ചേർന്നിട്ട് എന്താണ്? യോഗം എന്ന് പറയും. കാര്യം ആ സാധനാപദമൊക്കെയാണ് നമ്മളെ സാഖ്യബുദ്ധിയിലേക്ക് യോജിപ്പിക്കുന്നത് എന്ന് താല്പര്യം. അപ്പം സാഖ്യവുമായി നമ്മളെ യോജിപ്പിക്കുന്നതാണ് യോഗം. അപ്പോൾ സാഖ്യയോഗം ഒന്ന് സാഖ്യവുമായിട്ട് യോജിച്ചു എന്ന് പറയാം, അതല്ലെങ്കിലോ സാഖ്യവുമായിട്ട് യോജിപ്പിക്കുന്നത് യോഗം. ഇതാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോണേ, തലയൊലുക്കി തന്നാൽ മതി. നിങ്ങൾ എനിക്ക് 2-3 ആൾക്കാരുടെ വീഡിയോയെ കാണാൻ പറ്റത്തുള്ളൂ. ഇവിടെ 1-2 പേരെ ഇരിപ്പുള്ളൂ. അപ്പോൾ അവരുടെ മുഖം നോക്കിയിട്ട് വേണം എനിക്ക് റെസ്പോൺസ് പിടിക്കാൻ. ഞാൻ പറഞ്ഞ എല്ലാം മായച്ചു കളഞ്ഞ് ഒന്നും തുടങ്ങാം. എന്താ ഒന്നും തുടങ്ങാം? സാഖ്യയോഗമാണ് വിഷയം. എന്താ സാഖ്യം എന്ന് പറഞ്ഞാൽ? അത് കപില മഹർഷി പറഞ്ഞ സാഖ്യമല്ല, അത് സംഖ്യയുമായിട്ട് ചേർന്നാണ്. ഇവിടെ എന്താ സാഖ്യം എന്ന് പറഞ്ഞാൽ? ആത്മതത്വത്തിനെ പറ്റി ഏറ്റവും വിശദമായിട്ട് പറഞ്ഞു തരുന്ന ആ അറിവാണ് ഇവിടെ സാഖ്യം. ഞാൻ ആരാണ് എന്ന് എനിക്ക് പറഞ്ഞു തരുന്നതാണ് സാഖ്യം. യോഗം എന്ന് പറഞ്ഞാൽ എന്താണ്? ഞാൻ ആരാണ് എന്ന് മനസ്സിലാക്കണമല്ലോ. ആ മനസ്സിലാക്കാനുള്ള, അതിനു വേണ്ടിയിട്ട് ഞാൻ എങ്ങനെ പാകപ്പെടണം എന്ന് എനിക്ക് കാണിച്ചു തരുന്നതാണ് യോഗം. ഓർത്തോണം. കാര്യം ഇത് വേറെ പല സ്ഥലങ്ങളിലും വരും. അതുകൊണ്ടാണ് യോഗിയെ കർമ്മയോഗിയായിട്ട് എടുക്കുക, ഉപാസകനായിട്ടെല്ലാം വേറെ ചില സ്ഥലങ്ങളിൽ ആചാര്യന്മാർ വ്യാഖ്യാനിക്കുന്നതിന്റെ കാര്യം സാഖ്യയോഗത്തിനെ ഈ രീതിയിൽ മനസ്സിലാക്കിയാലേ നമുക്ക് അവിടെ എന്തുകൊണ്ടാണ് അവരങ്ങനെ വ്യാഖ്യാനിക്കുന്നത് എന്ന് മനസ്സിലാവുള്ളൂ. വേറെ പല അധ്യായങ്ങളിൽ വരുവേ, അതുകൊണ്ടാണ് ഈ പറയുന്നത്. വേണമെങ്കിൽ പറഞ്ഞാൽ, ഒന്നുകൂടെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ, തിയററ്റിക്കൽ നോളേജ് എന്ന് പറയുന്നത് സാഖ്യം എന്ന് പറയാം. അങ്ങനെ എടുക്കരുത്, എങ്കിൽ കൂടെ തിയററ്റിക്കൽ നോളേജ് സാഖ്യം എന്നും, ആ തിയറി പറഞ്ഞു വെക്കുന്ന ഒരു അനുഭവമില്ലേ, ആ അനുഭവ തലത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യേണ്ട കാര്യത്തിന് യോഗം എന്ന് പറയാം. എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്ന ആ ആത്മാവിനെ അറിയുന്ന അവസ്ഥയാണ് സാഖ്യബുദ്ധിയെങ്കിൽ,
അതിലേക്ക് ഞാൻ എത്താൻ വേണ്ടി ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളെ യോഗം എന്ന് പറയും. ഒറ്റ വാക്കാണേത്, അല്ലെങ്കിൽ ആ 2 വാക്കുകളിലാണ് നമ്മൾ ഈ പിടിച്ചുകൊണ്ടിരിക്കുന്നത്. സാഖ്യ യോഗമാണ്. ഓക്കെ, നമ്മുടെ ലക്ഷ്യം എന്താണ്? നമ്മുടെ ലക്ഷ്യം എന്താണ്? ഒരു സംശയവും വേണ്ട, സാഖ്യമാണ് നമ്മുടെ ലക്ഷ്യം. എന്ത്? ആത്മജ്ഞാനമാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ മാർഗം എന്താണ്? നമ്മുടെ മാർഗം യോഗമാണ്. മോക്ഷ സാധന അനുഷ്ഠാനമാണ് നമ്മുടെ മാർഗം. ഓക്കെ, വേറെ ഏതെങ്കിലും സ്ഥലത്ത് നമ്മുടെ മാർഗം എന്താണ്, നമ്മുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പിടിച്ചോണ്ട് വരരുത്. ഞാൻ ഈ ഒരു താല്പര്യത്തിലാണ് ഇത് പറയുന്നത്. എന്താ നമ്മുടെ ലക്ഷ്യം? ഒരേ ഒരു ലക്ഷ്യം, ശബരിമാല. ആ സമയത്താണെങ്കിൽ ഒരേ ഒരു ലക്ഷ്യം എന്താണ്? ശബരിമാല ആയിരിക്കും. അല്ലെങ്കിലോ വേറെ സമയത്ത് ലക്ഷ്യം മോക്ഷമാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ യോഗം എന്താണ്? മോക്ഷ സാധന മാർഗമാണ്. ഓക്കെ, ലക്ഷ്യത്തെ പറ്റിയുള്ള അറിവിനെ സാഖ്യബുദ്ധി എന്ന് പറയുന്നു. മാർഗത്തെ പറ്റിയുള്ള അറിവിനെ യോഗബുദ്ധി എന്ന് പറയുന്നു. പല രീതിയിൽ നമ്മൾ ഇതിനെ കണ്ടേ. ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ യോഗികൾ എന്ന് പറയും. ആത്മജ്ഞാനം ലഭിച്ചവരെ സാഖ്യന്മാർ എന്ന് പറയും. എന്താ ഒന്നുകൂടെ പറഞ്ഞ് ലാസ്റ്റ് പോയിന്റ്. ആത്മജ്ഞാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരെ യോഗികൾ എന്ന് പറയും. ആത്മജ്ഞാനം ലഭിച്ചവരെ സാഖ്യന്മാർ എന്ന് പറയും. ഓക്കെ, ഏകദേശം കത്തി. ഓക്കെ, ശരി. അപ്പോൾ സാഖ്യയോഗമാണ് നമ്മൾ കാണാൻ പോവുക, അല്ലെങ്കിൽ സാഖ്യയോഗത്തിലെ ഭാഗങ്ങളാണ് നമ്മൾ കാണാൻ പോവുക. ഓക്കെ, അപ്പം സാഖ്യയോഗം എന്താണ്? നമ്മളെ ആത്മജ്ഞാനവുമായിട്ട് ചേർക്കുകയാണ്. അതില്ലെങ്കിലോ സാഖ്യം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം, യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള മാർഗം. ഇത് നമ്മൾ മനസ്സിലാക്കാൻ പോവാണ്. ഇതിലെല്ലാം ഉണ്ട്. ഭഗവത്ഗീതയുടെ സാരാണ് 2ാം അധ്യായം. നമ്മൾ 2ാം അധ്യായം മാത്രം പഠിച്ചാൽ മതി. അതല്ലെങ്കിലോ 18ാം അധ്യായം മാത്രം പഠിച്ചാൽ, അല്ലെങ്കിലോ 15ാം അധ്യായം മാത്രം പഠിച്ചാൽ. കാര്യം ഇത് 3ഉമാണ് എന്ത്? ഭഗവത്ഗീതയുടെ സാരം എന്ന് പറയാം. ഞാൻ ഇപ്പം അങ്ങനെ പറയുന്നതേ ഉള്ളൂ. നമ്മളെല്ലാം പഠിക്കണേ. അത് പോട്ടെ, അതൊക്കെ പഠിക്കാം. പക്ഷെ ഭഗവത്ഗീതയിൽ വളരെ കൃത്യമായിട്ട്, വളരെ ഗംഭീരമായിട്ട് ഭഗവത്ഗീതയെ സംക്ഷിപ്തീകരിച്ചിട്ടുണ്ട്. ഇന്ന് കട്ടി വാക്കുകൾ കൊണ്ടുള്ള ബഹളാണ് ഞാൻ. ഓക്കെ, ശരി. ഇനി ഈ സാഖ്യബുദ്ധിക്കും യോഗബുദ്ധിക്കും, അല്ലെങ്കിൽ ഈ സാഖ്യയോഗത്തിലേക്ക് കടക്കണമെങ്കിൽ നമ്മൾ പല അധികാരിത്വമൊക്കെ വേണ്ടി വരും. എങ്കിലും ഏറ്റവും ആദ്യം വേണ്ടത് നമ്മൾ ഓരോരുത്തരും ശിഷ്യനാകണം എന്നാണ്. ഗുരുവുണ്ട്, ആ ഗുരുവിനെ മനസ്സിലാക്കാനുള്ള ശിഷ്യനാകണം ഞാൻ. ഓക്കെ, അവിടാണ് അർജുനന്റെ ഗുരു ഉപസദനം വളരെ 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 പ്രധാനപ്പെട്ട ഒരു ഭാഗമായിട്ട് മാറും. എനിക്കിങ്ങനെ മസിൽ പിടിച്ച് നിന്നുകൊണ്ട് പഠിക്കാൻ പറ്റത്തില്ല. ഒരറിവ് ഗുരുദേവന്റെ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻസിഡൻ്റ് ഉണ്ട്. അത് സ്വാമിജി, ചിന്മയാനന്ദ സ്വാമിജി സിദ്ധപാരിയിലുള്ള സമയത്ത് അവിടെ ബ്രഹ്മചാരിമാരുണ്ട്, വൈറ്റ് ഡ്രസ്സിൽ ബ്രഹ്മചാരിമാർ പഠിക്കുന്ന സമയത്താണ്. ഗുരുദേവനുള്ള സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ആൾക്കാരുണ്ടായിരിക്കും, ക്യാമ്പ് ഉണ്ടായിരിക്കും, ഭയങ്കര ആൾക്കാർ. അപ്പം ഇവരാണ് സെർവ് ചെയ്യുന്നത്. പിന്നെ അത് കുറച്ച് ബ്രഹ്മചാരിമാർ എന്ത് ചെയ്തു? ഇവർ ആദ്യത്തെ പന്തിയിൽ കയറിയിരുന്നു ആഹാരം കഴിക്കാൻ വേണ്ടിയിട്ട്. വേറൊന്നും കൊണ്ടല്ല, കാര്യം ഇവർ ആദ്യത്തെ പന്തിയിൽ, കാര്യം എന്താ വെച്ചാൽ നമ്മൾ ചില സമയത്ത് ശ്രദ്ധിക്കാതെ വിട്ടുപോകുന്ന ഒരു കാര്യമുണ്ട്. ആദ്യത്തെ പന്തിയിൽ എല്ലാവരും ഗുരുദേവനെയൊക്കെ വിളമ്പി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ഇവർ ഇറങ്ങുമ്പോൾ സമയത്ത് ബാക്കിയുള്ളവർ കഴിക്കാൻ പോകുമ്പോൾ ഗുരുദേവന്റെ കൂടെ നിൽക്കാൻ ആൾക്കാർ കാണത്തില്ല, ഗസ്റ്റിന്റെ കൂടെ നിൽക്കാൻ ആൾക്കാർ കാണത്തില്ല. അങ്ങനെയൊക്കെ പറ്റും. അങ്ങനെ വരണ്ടെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ കുറച്ച് ബ്രഹ്മചാരിമാർ കയറി ആഹാരം കഴിക്കാനിരുന്നു. കഴിച്ച സമയത്ത് ഗുരുദേവൻ അവരെ ചീത്ത പറഞ്ഞു. ഗുരുദേവൻ ചീത്ത പറഞ്ഞില്ല, ആരോ എന്നിട്ട് ഗുരുദേവൻ്റെ അടുത്ത് തിരുക്കി കൊടുത്തു. അല്ലെങ്കിൽ ഞങ്ങൾ പാവപ്പെട്ട ബ്രഹ്മചാരിമാർ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ഇവരെല്ലാം ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കും. പോട്ടെ, അങ്ങനെയാണ്. അപ്പോൾ ആരോ എന്നിട്ട് ഗുരുദേവൻ്റെ അടുത്ത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു കൊടുക്കണം. ഗുരുദേവൻ ഈ ബ്രഹ്മചാരിമാരെ വിളിച്ച് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ കൊടുക്കുക മാത്രമല്ല അദ്ദേഹം പറഞ്ഞു ഇന്ന് ആർക്കും ഉച്ചയ്ക്ക് ആഹാരം വേണ്ടെന്ന് പറഞ്ഞു. ഇവര് ആഹാരം കഴിക്കുക, പാവങ്ങൾ ആഹാരം കഴിക്കാതിരിക്കുക. ഉച്ച കഴിഞ്ഞ് ഒരു 3 മണിയല്ലേ. അപ്പോൾ ഗുരുദേവൻ എന്ത് ചെയ്തു? അവരെല്ലാവരും വിളിച്ചിട്ട് വളരെ ഹെവി ആയിട്ട് പുറത്തു നിന്ന് എന്താ സാധനങ്ങളൊക്കെ മേടിച്ച് വളരെ ഗംഭീരമായിട്ടുള്ള ട്രീറ്റ് കൊടുത്തു. ഇതാണ് കഥ. ഗുരുദേവന്റെ വാത്സല്യം എന്നെല്ലാം പറഞ്ഞ ആൾക്കാർ പറയും ഇടയ്ക്ക്. ചില സമയത്ത് ഒരു കൊട്ടൊക്കെ കൊടുക്കണം ബ്രഹ്മചാരിമാർക്ക്. പോട്ടെ. പക്ഷേ ഇതിന്റെ കൂട്ടത്തിൽ ഗുരുദേവൻ ഒരു കാര്യം പറഞ്ഞു. എന്താണെന്നറിയോ? ഗുരുദേവൻ പറഞ്ഞു, ഫസ്റ്റ് യു ബി ഡസ്റ്റ്, ദെൻ ഓൺലി യു ക്യാൻ റൈസ് അപ്പ്. ആദ്യം നിങ്ങൾ ഒന്നുമല്ലാതായിട്ടുള്ള പൊടിയായിട്ട് മാറൂ, എങ്കിൽ മാത്രമേ നമുക്കെന്താണ് ഉയരാൻ പറ്റുള്ളൂ. പൊടിയാണെങ്കിലോ ചെറിയൊരു കാറ്റടിച്ചാൽ പോലും നമുക്ക് ഉയരാൻ പറ്റും. കല്ലായിട്ടാണ് കിടക്കുന്നതെങ്കിലോ ജീവിതത്തിൽ നമ്മൾ അവിടെ തന്നെ കിടക്കും. എത്ര വലിയ കാറ്റടിച്ചാലും ഒട്ടിരിക്കുന്നു.
നമ്മൾ ഒന്നും ഇല്ലാത്തവനാകുന്നു. സത്യത്തിൽ അങ്ങനെ തന്നെ പറയാം. ഇവിടെ നമ്മുടെ ആ ഒരു ഈഗോ കളഞ്ഞിട്ട്, ഞാൻ ഇങ്ങനെ ഇരിക്കുന്നത് കളഞ്ഞിട്ട്, ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ഗുരുവിൻ്റെ മുമ്പിൽ ചെല്ലുമ്പോഴാണ് ഈ ജ്ഞാനം നമ്മളിലേക്ക് ഒഴുകുക. ഇവിടെ അർജുനന്റെ ഏറ്റവും വലിയ മഹാത്മ്യമായിട്ട് നമ്മൾ ആദ്യത്തെ ദിവസം അർജുനന്റെ അധികാരി ലക്ഷണം കണ്ട സമയത്ത് പറഞ്ഞ ഒരു കാര്യം ഇതായിരുന്നു അല്ലേ? എന്ത്? അർജുനൻ ശ്രീകൃഷ്ണനെ തൻ്റെ സുഹൃത്തിനെ കൂട്ടുകാരനായിട്ട് അംഗീകരിച്ചു എന്നുള്ളതാണ്. നമുക്ക് എത്ര പേർക്ക് കഴിയുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് ചോദ്യം. നമ്മൾ പറയത്തില്ല അതിപരിചയാത് അവജ്ഞ എന്ന് പറയും. ഫെമിലിയറിറ്റി ബ്രീഡ്സ് കണ്ടം. കാര്യം എന്നാ? അങ്ങനെയാണ്, നമുക്ക് അങ്ങനെയാണ്. അതിപരിചയാത് അവജ്ഞയാണ്. 2 പ്രാവശ്യം നമ്മൾ സംസാരിച്ച 3ാമത്തെ പ്രാവശ്യം തോളത്ത് കൈയിടുന്നു. ചില ആൾക്കാരങ്ങനെ ചെയ്യും. ഇവിടെ അർജുനന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഭഗവത്ഗീത എടുത്തു നോക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? ഗുരു ഉപസദനം. ഗുരു ഉപസദനം വളരെ 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 പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എന്താ ഗുരു ഉപസദനം? എവിടെ നടക്കുക? 2ാമത്തെ അധ്യായത്തിലെ 77ാമത്തെ ശ്ലോകമാണ്. വളരെ പ്രശസ്തമായിട്ടുള്ള ശ്ലോകമാണ്. എന്താണ്? കാർപ്പണ്യദോഷോപഹത സ്വഭാവഃ പൃച്ഛാമി ത്വാം ധർമ്മസമ്മൂഢചേതാഃ യശ്രേയസ്യാൻ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ഷാധിമാം ത്വാം പ്രപന്നം. ഒറ്റ ലൈനിൽ അർത്ഥം പറഞ്ഞാൽ എന്താണ്? കാർപ്പണ്യദോഷം കൊണ്ട് നശിക്കപ്പെട്ട സ്വഭാവത്തോടു കൂടിയവനും ധർമ്മമേതെന്ന് മനസ്സിലാക്കാൻ കഴിയാത്തവനുമായ ഞാൻ അങ്ങയോട് ചോദിക്കുന്നു, എന്താണ് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത്? അതിനെ നിശ്ചയിച്ച് പറഞ്ഞു തന്നാലും ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. അങ്ങയെ ശരണം പ്രാപിച്ചിരിക്കുന്ന എന്നെ ശാസിച്ചാലും നേർവഴിക്ക് നടത്തിയ. ഇതാണ് ഗുരു ഉപസദനായിട്ട് കാണിക്കുക. ഓക്കെ. കാർപ്പണ്യദോഷം. എന്താ കാർപ്പണ്യദോഷം? അതൊരു സാധനമാണ്. എന്താ? കൃപണസ്യ ഭാവം. കാർപ്പണ്യം, കൃപണന്റെ ഭാവം. കൃപണൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കൃപണൻ എന്ന് പറഞ്ഞാൽ ഒന്ന് പിശുക്കൻ, പിശുക്കൻ. 2 നിസ്സാരൻ. നിസ്സാരൻ, നിസ്സാരം എന്ന് പറയുന്ന കണക്കല്ല, നിസ്സാരൻ. 2 പിശുക്കൻ. ലുബ്ധദോഷേണ നഷ്ടസ്വഭാവ. സ്വാർത്ഥത കൊണ്ട് എൻ്റേത് എൻ്റേത് എന്ന് ചിന്തിച്ച് സ്വഭാവത്തിനെ നശിപ്പിച്ചവൻ. സ്വഭാവം എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാവം, എന്ത്? ആനന്ദ സ്വരൂപത്തിനെ നശിപ്പിച്ചവൻ, അവനാണ് കൃപണൻ. ഓക്കെ. പിശുക്കൻ എന്താണ്? അയാൾക്ക് സ്വാർത്ഥതയുടെ കൂടായിരിക്കും പിശുക്കൻ. അയാൾക്ക് എനിക്ക് 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 എനിക്കെന്ന് പറഞ്ഞിരിക്കുക. അങ്ങനെ കൊണ്ട് എന്താണ്? ആ സ്വഭാവം നശിപ്പിച്ചവനാണ്. ലുബ്ധദോഷേണ നഷ്ടസ്വഭാവ. സ്വന്തം ഭാവം എന്താണ്? മതി, വിചാരം നശിപ്പിച്ച ആളാണ് കൃപണൻ. ഇനിയോ കൃപണൻ എന്ന് പറഞ്ഞാൽ എന്താ? യോവാ ഏതത് അക്ഷരം അവിദിത്വ അസ്മാത് ലോകാത് പ്രയേതി. എന്താ സംഭവം? ആരാണോ ഈ മനുഷ്യജന്മം കിട്ടിയിട്ടും അക്ഷരത്തെ, അതായത് ആത്മജ്ഞാനത്തിനെ, നമ്മൾ നേരത്തെ പറഞ്ഞ സാഖ്യയില്ലേ, ആ സാഖ്യത്തിനെ അറിയാതെ ഈ ലോകം വിട്ടു പോകുന്നത് അവനാണ് കൃപണൻ. നമ്മൾ കൃപണന്മാരാണോ? ആകാൻ പാടില്ല എന്നാണ്. അത് എനിക്കൊരു വലിയ ചാൻസ് കിട്ടി. ചാൻസ് കിട്ടിയത് നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്നാ. ചില ആൾക്കാരുണ്ട് ഇല്ലേ, ബൊഫേക്ക് പോയി പൈസ എടുക്കും. 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ പോയി ബൊഫേക്ക് 1000 രൂപ 2000 രൂപയൊക്കെ ആയിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? ഇവര് മറ്റേ സ്റ്റാർട്ടർ കൊണ്ട് മാത്രം വയറ് നിറച്ച് കളയും. 2 or 3 കാര്യം എന്തെങ്കിലും സ്റ്റാർട്ടർ മാത്രം. ഇവന്മാര് സ്റ്റാർട്ടറും ജ്യൂസും ആദ്യം കൊണ്ട് തരും. കാര്യം എന്നാ? ഇത് കുടിച്ചു കഴിഞ്ഞാൽ വയറ് ലാഭമാണ് മൊത്തത്തിൽ ഹോട്ടലുകാർക്ക്. ഇല്ല, നമുക്ക് എന്തൊക്കെയാണ് നമ്മൾ അൺലിമിറ്റഡ്. ഹരിയോമാര ഒരാൾ എന്താണ്ട് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ആരാണ്ടോ കളിക്കുന്നുണ്ട് അതിൻ്റെ അകത്ത്, അതാണ്. ഓക്കെ, ശരി, ഓക്കെ, കേൾക്കാമല്ലോ അല്ലേ എന്നെ? നിങ്ങൾ നിങ്ങളുടെ ഫോണും ലാപ്ടോപ്പൊക്കെ മാറ്റി വെച്ച് ആരാണ്ട് സ്മാർട്ട് വ്യൂ വേറെ എന്താണ് സാധനങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. ആരാണത്? ഓക്കെ, വേറെ കുട്ടികൃഷ്ണൻജിയാണോ? മാറ്റാൻ പറ്റും. കുട്ടികൃഷ്ണൻജി അഡ്മിൻ അതൊന്ന് അവരെ ഒന്ന് ഇത് ചെയ്ത് വിടുകയാണെങ്കിൽ നന്നായേ. ഓക്കെ, ശരി. എനിക്കിതെല്ലാം വൃത്തിയായിട്ട് ഇവിടെ കാണാൻ പറ്റും. അവരെന്താണ്ടൊക്കെ ചെയ്യുന്നുണ്ട്. ആരാ അത് ചെയ്യുന്നത്? എസ് ഉണ്ണി. എസ് ഉണ്ണിയാണ്. അതാരത്? എസ് ഉണ്ണിയാണോ സണ്ണിയാണോ? അത് അല്ല. ഓക്കെ ഓക്കെ, കുഴപ്പമില്ല, അതൊന്ന് ഇത് ചെയ്താൽ മതി. ഓക്കെ, ശരി, പോട്ടെ. എന്തായിരുന്നു ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്? നമുക്ക് അൺലിമിറ്റഡ് താലി ഓർഡർ ചെയ്ത ഒരാള്
സൗണ്ട് ഓഫ് ചെയ്താൽ നന്നായിരുന്നു ബാക്കിയുള്ളവരെല്ലാവരും. അൺലിമിറ്റഡ് താലി ഓർഡർ ചെയ്തിരുന്ന ഒരാള് ആദ്യം കിട്ടിയ 4 or 5 മറ്റേ ആ ക്രാക്കേഴ്സ് കണക്കത്തെ കാര്യമോ ഒരു പനീർ 65 2 പീസോ കഴിച്ചിട്ട് വയറ് നിറയ്ക്കുക എന്ന് പറയുന്നത് എന്താണ്? അത് ഇത്തിരി ബുദ്ധിമുട്ടാണ്, മണ്ടനാണ്. നമ്മളൊക്കെ കൃപണന്മാരാകുന്നത് എപ്പോഴാണ്? ഈ ഒരു മനുഷ്യജന്മം കിട്ടിയിട്ടും ആത്മജ്ഞാനത്തിനെ നേടാതെ, ഞാൻ എൻ്റെ ഉൾപ്പെടെ കാര്യമാണ് പറയുന്നത്, നേടാതെ പോവുകയാണെങ്കിൽ നമ്മൾ കൃപണമാണ്. അപ്പോൾ ഒന്ന് കാർപ്പണ്യ ദോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വാർത്ഥതയാണ്, പിശുക്കൻ്റെ ഗുണമാണെങ്കിൽ. 2 അജ്ഞാന ദോഷമാണ്, അറിവില്ലായ്മയാണ്. രണ്ടും കൃപണത്വമാണ്. ഒന്ന് സ്വാർത്ഥത, കൃപണത്വം. 2 അജ്ഞാനം, കൃപണത്വം. അജ്ഞാനമാകുന്ന ദോഷത്താൽ മറയ്ക്കപ്പെട്ട ആത്മതത്വത്തോട് കൂടിയ ആളാണ് കൃപണൻ. നമ്മൾ അങ്ങനാണോ? കൃപണന്റെ ഭാവം എന്താണ്? ഒന്നുകിൽ സ്വാർത്ഥതയായിരിക്കും, അല്ലെങ്കിലോ 2 ഇത് ശ്രദ്ധിച്ചോണം, വേദാന്തത്തിൽ നമ്മൾ പറയുന്നത് എന്താണ്? അജ്ഞാനത്തിന്റെ ഭാവം എന്താണത്? അനാത്മ അധ്യാസത്വം. അതായത് അനാത്മാവായത് ഞാനെന്ന് കരുതും. അത് ഞാനല്ലാത്ത കാര്യങ്ങളെയാണ് ഞാനെന്ന് വിചാരിക്കുക. ഞാൻ ഈ ശരീരമാണോ? അല്ലാന്ന് നമ്മൾ വേദാന്തം പഠിക്കുന്ന ആൾക്കാർ പറയും. പക്ഷെ നമ്മുടെ വിചാരം എന്താ? എൻ്റെ ഉൾപ്പെടെ ഉള്ളവർ വിചാരം എന്താണ്? ഈ ശരീരം ആണ് എന്നുള്ളതാണ് നമ്മുടെ ധാരണ. ആണോ അല്ലയോ? നമ്മൾ ആ രീതിയിലാണ് പ്രതികരിക്കുക. 2 മമതാ ഭാവം. എന്താണ്? ശരീരത്തിനോടുള്ള താല്പര്യം, നമ്മുടെ ശരീരത്തിനോടും മനസ്സിനോടുമുള്ള താല്പര്യം. പിന്നെയോ തിരസ്കൃത സ്വഭാവം. ഈ 3 കാര്യങ്ങളും ചെയ്യും. അതായത് ആത്മാവിനെ യഥാർത്ഥത്തിൽ ഞാൻ ആരാണെന്നുള്ളതിനെ തിരസ്കരിക്കും. ഇത് കൃപണന്റെ ഭാവമാണ്. എന്തൊക്കെയാണ്? ഒന്ന്, ഞാൻ യഥാർത്ഥത്തിൽ അല്ലാത്തത് എന്താണോ അതാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കും. ഒന്നാമത്തെ കാര്യം, ഞാൻ ഈ ശരീരമാണ്, ഞാൻ ഈ മനസ്സാണ്, ഞാൻ ഈ ബുദ്ധിയാണ്, ഞാൻ ഭയങ്കര സുന്ദരനാണ്, ഞാൻ ഭയങ്കര അറിവുള്ള ആളാണ്, ഞാൻ ഭയങ്കര സേവന തൽപരനാണ്. അതിൽ വിളിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണെന്നുള്ളതാണ് സത്യം. പിന്നെയോ എനിക്ക് ശരീരത്തിനോടുള്ള താല്പര്യം, അതിനേക്കാൾ ഉപരി എന്താണ്? ആത്മാവിനെ തിരസ്കരിക്കും. ഞാൻ ആരാണെന്നുള്ളത് വിട്ടുകളയും. ഇതാണ് കൃപണന്റെ ഭാവം. ഇതുകൊണ്ട് എന്ത് സംഭവിക്കും? ഈ ഭാവം, ഈ സ്വാർത്ഥത കൊണ്ടോ ഈ അജ്ഞാനം കൊണ്ടോ എന്ത് സംഭവിക്കും? അതാണ് അടുത്ത പോയിന്റ് വരിക. ധർമ്മ സമ്മൂഢ ചേതനാകും. എന്താണത്? ധർമ്മം എന്താണ് എന്നുള്ളത് മറന്നുപോകും. അല്ലെങ്കിൽ ധർമ്മ വിഷയത്തിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത. അതെന്തുകൊണ്ടാണ്? എൻ്റെ സ്വാർത്ഥതയാകാൻ കാരണം കൃപണത്വമാകാം, അല്ലെങ്കിൽ എൻ്റെ അജ്ഞാനമാണ്. ഇതുകൊണ്ട് എന്താണ്? ഏതാണ് ശരി ഏതാണ് തെറ്റ്, പ്രമാണം എന്താണെന്ന് അറിയില്ല. പ്രമാണം എന്ന് പറഞ്ഞാൽ വേദമാണ് പ്രമാണം. ആ വേദത്തിനെ മനസ്സിലാക്കാതെ ഇരിക്കും. അതായത് വധം വാ പരിപാലനം വാ, എന്താ ഭരിക്കണോ ഭിക്ഷാടനം വേണോ? കാര്യം 1ാമത്തെ അധ്യായത്തിൽ അർജുനൻ പറയും, ഇനിയും പറയും, എന്താണ്? ഞാൻ വേണമെങ്കിൽ ഭിക്ഷ എടുത്തോളാം പറയും. അജ്ഞാനാണ്, മനസ്സിലായില്ലേ? അജ്ഞാനം കൊണ്ട്, ഈ കൃപണഭാവം കൊണ്ട്, സ്വാർത്ഥത കൊണ്ട് ധർമ്മം എന്താണെന്ന് അറിയാതിരിക്കും. പാപം ചെയ്യണോ അതോ ദുഃഖം ഏൽക്കണോ, ഇമാതിരി സംശയമൊക്കെയാണ് അർജുനൻ ചോദിക്കുക. കോണ്ടെക്സ്റ്റ് മിസ്സായി. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ എന്താണ്? ഗുരു വാ ബാലവൃദ്ധോ വാ ബ്രാഹ്മണം വാ ബഹുശ്രുതം ആതതായിനം ആയാന്തം അന്യാദേവ വിചാരേത്. ഗുരു ആയിക്കോട്ടെ, ബാലകനായിക്കോട്ടെ, വയസ്സനായിക്കോട്ടെ, ബ്രാഹ്മണനായിക്കോട്ടെ, വളരെ ഗംഭീരമായിട്ട് പഠിച്ച ആളായിക്കോട്ടെ, ഇവർ ആരാണെങ്കിലും ആതതായനാണെങ്കിൽ, ആതതായെന്ന് വെച്ചാൽ 6 വധം അർഹിക്കുന്ന ആളുകൾ, അവരാണെങ്കിൽ കൊന്നു കളയണം എന്നാണ് സംശയലേശമന്യേ അന്നത്തെ കാലത്തെ നിയമം. ഇതറിയാവുന്ന അർജുനനാണ് ഇവർ ഇത്ര വലിയ അധർമ്മികളാണെങ്കിലും പറയാണ്, ഇവർ അധർമ്മികളാണെങ്കിലും കുഴപ്പമില്ല ഭഗവാനെ, ഞങ്ങളല്ലേ ക്ഷമിച്ചു കൊടുക്കേണ്ടത്. ഇതാണ് ധർമ്മ സമ്മൂഢ ചേതനാണ് എന്ന് അർജുനന് തന്നെ മനസ്സിലാകുന്നതിന്റെ കാരണം. കാര്യം അർജുനന് അറിയാം ഈ പറയുന്നതിൽ എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട് എന്ന്. പക്ഷെ അർജുനന് ആ ശരി പ്രവർത്തിക്കാനുള്ളൊരു ബലം കിട്ടുന്നില്ല. കാര്യം എന്താ? കൃപണനാണ്, ധർമ്മം മറന്നുപോയി. വളരെ ഗംഭീരമായിട്ടല്ലേ മറ്റേ ആ ഗാണ്ഡീവം കയ്യിൽ നിന്ന് വീഴുന്നതായിട്ടെല്ലാം കാണിക്കുക.
ഇതിന് അർജുനൻ അറിയില്ലേ? ഇത് തീർച്ചയായിട്ടും അറിയാം. അർജുനൻ പണ്ട് ഇതിനെ പറ്റിയൊക്കെ ഘോര ഉദ്ഘോഷിച്ചാണ്. മഹാഭാരതത്തിൽ ഒരു ശ്ലോകം പറയും, അവർ പറയും യസ്യ വീര്യം സമാശ്രിത്യ ധാർത്തരാഷ്ട്ര വിഗത്തസെ. എന്താണ്? ഹന്താസി പ്രഥമം ഭീഷ്മം വിധതാം സർവധന്വിനാം. എന്താണ്? ദുര്യോധനാദിക്ക് അർജുനൻ കൊടുത്ത ഒരു സന്ദേശമാണ് എന്നാണ്. എന്താണ്? ആരുടെ ശക്തിയിൽ ധൈര്യം പൂണ്ടിട്ടാണോ നീയൊക്കെ ഈ അഹങ്കാര വാക്കുകൾ പറയുന്നത്, ആ ഭീഷ്മരെ എല്ലാ വില്ലാളികളുടെയും മുമ്പിൽ വെച്ചിട്ട് ഞാൻ ആദ്യം വധിക്കുമെന്ന്. ആര്? അർജുനൻ. ഇത് പണ്ട് പറഞ്ഞിട്ടുള്ള. ഇപ്പൊ പക്ഷെ എന്തു പറ്റി? അയ്യാ, എനിക്ക് വീട്ടിൽ പോകണം, എനിക്ക് അമ്മയെ കാണണം. നമ്മളും ഇതേപോലുള്ള സിറ്റുവേഷനിൽ വരും. പരീക്ഷയോ ഞാൻ ഇടത്തെ കൈകൊണ്ടല്ലേ എഴുതുമെന്ന് പറയും. എന്നിട്ട് ആ പരീക്ഷ സമയത്ത് ചെല്ലുമ്പോഴാണ് അയ്യോ ടെൻഷനായി, അറിയുന്നില്ല. ചിലപ്പോൾ അവരുടെ മനസ്സിൽ കാണുന്നത് നമ്മുടെ മുഖത്ത് കാണും. ചിരിക്കാനൊക്കെ ശ്രമിക്കും. നിങ്ങൾ കണ്ടിട്ടില്ലേ കല്യാണ പെണ്ണിനെ കല്യാണ ചെറുക്കനെയൊക്കെ ചില ദിവസങ്ങളിൽ ടെൻഷനുണ്ടോ? ഒരു ടെൻഷനില്ല. എന്നിട്ട് അവരവരുടെ ചിരി കാണുമ്പോൾ തന്നെ നമുക്ക് കഷ്ടം തോന്നും. കാര്യം എന്നാ? ഉള്ളിലെ ടെൻഷൻ മുഴുവൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കും. പിന്നെ ഫോട്ടോഗ്രാഫറും പറയും ചേട്ടാ ചിരിക്കേട്ടാ എന്ന് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ ഇരിക്കും. അനിയൻ പറയുന്നുണ്ടായിരുന്നു അവൻ്റെ കല്യാണത്തിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ്റെ മോഹം ഇങ്ങനെ ആയിപ്പോയെന്ന്. എന്നിട്ട് ഇവിടെ വേദന എടുക്കുന്നത് ചേട്ടാന്നല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ആ പോട്ടെ. അർജുനൻ ഇത് നേരത്തെ അറിയാം എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷേ ഇവിടെ ധർമ്മ സമ്മൂഢചേതന, നല്ല രീതിയിൽ മൂഢത ഒന്നും, വെറും മൂഢനല്ല, സമ്മൂഢചേതന. ഇങ്ങനെ ധർമ്മത്തിൽ സംശയമുള്ള അർജുനൻ ചോദിക്കുകയാണ്. എന്ത് ചോദിക്കുകയാണ്? ബ്രൂഹി, വ്യക്തമായിട്ട് പറഞ്ഞുതരാം. സാധാരണ രീതിയിൽ പറഞ്ഞാൽ അത് മനസ്സിലാവില്ല. വ്യക്തമായിട്ട് പറഞ്ഞുതരും. ബ്രൂഹി നിശ്ചിതം, നിശ്ചയിച്ച് പറഞ്ഞുതരും. ആരാ നിശ്ചയിക്കേണ്ടത്? ശ്രുതി സ്മൃതി മുനികളാൽ നിശ്ചയിച്ചത്. കൃത്യമായിട്ടുള്ളത് പറഞ്ഞു തരണം. എങ്ങനെ കൃത്യമായിട്ടുള്ളത്? ശ്രുതി എന്താണോ പറയുന്നത്, സ്മൃതി എന്താണോ പറയുന്നത്, അതേപോലെ മുനികൾ എന്താണോ പറയുന്നത്, അതിനെ വ്യക്തമായിട്ട് നിശ്ചയിച്ച് പറഞ്ഞു തരും. അപ്പം നിശ്ചിതം ബ്രൂഹി എന്ന് പറയുമ്പോൾ എന്താണ്? വ്യക്തമാക്കി പറഞ്ഞു തരൂ. എങ്ങനെ നിശ്ചയിക്കണം? ആരാ നിശ്ചയിക്കേണ്ടത്? ശ്രുതി സ്മൃതി മുനികളാൽ നിശ്ചയിക്കപ്പെട്ടത്. നമുക്ക് തോന്നിയല്ല. പിന്നെയോ ശ്രുതി സ്മൃതി മുനികളാൽ നിശ്ചയിക്കപ്പെട്ടത്. അവര് പറഞ്ഞു തന്നത് പോലെ പറഞ്ഞു തരൂന്ന, അല്ലല്ലോ ഉറപ്പിച്ചു പറഞ്ഞു തരും. ധർമ്മസമ്മൂഢചേതനാണെങ്കിലും ഇദ്ദേഹത്തിന്റെ ക്ലാരിറ്റി ഈ കാര്യത്തിൽ കൃത്യ. മനസ്സിലായില്ലേ? ഈ കാര്യത്തിൽ കൃത്യ. എന്താ വേണ്ടതെന്ന് കൃത്യ. ഒരു സിനിമയില്ലേ, ഹിറ്റ്ലർ സിനിമയ്ക്കകത്ത് ഇങ്ങനെ അടി കിട്ടിയിട്ട് സൈന്യതയും കിടന്നോ ഇങ്ങനെ ബോധം കെട്ട് കിടക്കുമ്പോഴത്തേക്കാണ് വെള്ളം കൊണ്ടുവരാൻ പറയുമ്പോൾ വെള്ളമല്ല ചായയും 2 പരിപ്പോടെ എന്ന് പറഞ്ഞു വിടുന്നതൊക്കെ. എന്താ വേണ്ടതെന്ന് കൃത്യമാണ് എന്നാ ബോധം കെട്ട് കിടക്കുമ്പോഴും. അതേപോലെ ഇവിടെ അർജുനന് കൃത്യമാണ്. എന്താണ്? ശ്രുതിസ്മൃതി മുനികളാൽ പറയപ്പെട്ടതായിട്ടുള്ള കാര്യം അവർ നിശ്ചയിച്ചുറപ്പിച്ചതിനെ എനിക്ക് പറഞ്ഞു തരൂ. എന്തിനാണത്? എന്താ പറഞ്ഞു തരേണ്ടത്? എന്തിനു വേണ്ടിയിട്ടാണ്? എനിക്ക് ശ്രേയസ്സിനെ നൽകുന്നതിനെ പറഞ്ഞു തരും. എനിക്ക് ഇപ്പൊ സന്തോഷം കിട്ടുന്നതിനല്ല. പിന്നെന്താണ്? എനിക്ക് ആത്യന്തികമായ നന്മ കിട്ടുന്നതിനെ, അതെന്താണോ അത് പറഞ്ഞു തരും. പരമപുരുഷാർത്ഥ സാധകമായിട്ടുള്ളത്, ഏറ്റവും പരമപുരുഷാർത്ഥമായിട്ടുള്ള ആ മോക്ഷത്തിനെ ലഭിക്കുന്നതായിട്ടുള്ള ശോകവിധ്വംസനമായിട്ടുള്ളത് എന്താണോ, എനിക്ക് ഹിതമായിട്ടുള്ളത് എന്താണോ അതിനെ പറഞ്ഞു തരും. മോൻ പരീക്ഷ എഴുതണ്ട കേട്ടോ, കുഴപ്പമില്ല കേട്ടോ എന്ന് ചില അമ്മമാര് പറയത്തില്ലേ, അങ്ങനല്ല. ഇനിയോ എനിക്ക് ഹിതമായിട്ട് എന്താണോ, എൻ്റെ ശോകത്തിനെ റൂട്ടിലെ എടുത്ത് ദൂരെ കളയാൻ പറ്റുന്ന എന്താണോ, അല്ലെങ്കിൽ എനിക്ക് പരമപുരുഷാർത്ഥമായിട്ടുള്ള ആ മോക്ഷത്തിനെ പ്രദാനം ചെയ്യുന്നത് എന്താണോ, ആ ശ്രേയസ്കരമായിട്ടുള്ള കാര്യം അതിനെ എനിക്ക് പറഞ്ഞു തരും. ഞാൻ ആരാണ്? താൻ ആരാണെന്നത് എനിക്കറിയാം. അല്ലല്ല, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്. കാര്യം എന്നാ? അത് വേണം. കാര്യം ശാസ്ത്രം പറയും, പുത്രനോ ശിഷ്യനോ മാത്രമേ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാവുള്ളൂ. വേറെ ആർക്കും പറഞ്ഞു കൊടുക്കാൻ പാടില്ല. പുത്രനോ ശിഷ്യനോ മാത്രമേ രഹസ്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. ഇത് ഏറ്റവും ഗുഹ്യതരമായിട്ടുള്ള കാര്യമാണ്. ആത്മജ്ഞാനത്തിനെ പറ്റിയിട്ടുള്ള, ശ്രേയസ്സിനെ പറ്റിയിട്ടുള്ള, മോക്ഷത്തിനെ പറ്റിയിട്ടുള്ളത്
ശിഷ്യനെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ, പുത്രനെ പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ. അർജുനൻ പറയാണ്, ഞാൻ അങ്ങയുടെ ശിഷ്യനാണ്, ഞാൻ ആ ഭാവത്തിലാണ് നിൽക്കുക. അതിനാൽ അഹം തേ ശിഷ്യാഹ ശാസിതും യോഗ്യഃ, എന്നെ ശാസിക്കാൻ, എന്നെ നേർവഴിക്ക് നടത്താൻ. അത് പ്രപന്നം. പ്രപന്നം എന്ന് വെച്ചാൽ എന്താണ്? ആ ശ്ലോകത്തിൽ വരുമല്ലോ, ശിഷ്യസ്തേഹം ഷാദിമാം ത്വാം പ്രപന്നം. ഓക്കെ, എങ്ങനെയാണ് ഈ പ്രപത്തിക്ക് എന്നെ ശിഷ്യനായി അംഗീകരിച്ചിട്ട് ഇതിനെ ശാസിക്കാൻ വേണ്ടിയിട്ട് ശരണാഗതനായിട്ടുള്ള ആൾക്ക് പ്രപത്തിക്ക് 4 കാര്യങ്ങൾ വേണം എന്നാണ്. 4 കാര്യങ്ങൾ. എന്തൊക്കെയാ 4 കാര്യങ്ങൾ? ഒന്ന്, അനന്യ ശരണത്വം എന്ന് പറയും. അനന്യ ശരണത്വം എന്ന് പറഞ്ഞാൽ വേറെ ആരും ശരണമില്ലാന്ന ഭാവം. നമുക്കിപ്പോൾ ആരൊക്കെയാ ശരണം? നമുക്ക് എല്ലാവരും ശരണമാണ്. അതുകൊണ്ടാണ് നമുക്ക് ചിലപ്പോൾ കിട്ടേണ്ടിടത്തു നിന്ന് കൃത്യമായിട്ട് കിട്ടാത്തതെന്നാണ്. എനിക്ക് അങ്ങ് മാത്രമേ ഉള്ളൂ, എന്നെ കാത്തു രക്ഷിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നത് എങ്കിൽ, വേറെ ആരും ഇല്ല ശരണമായിട്ട് എന്ന് പറഞ്ഞിട്ടാണ് ചെല്ലുന്നതെങ്കിൽ, ആ ഒരു ഭാവം, വേറെ ആരും ശരണമില്ല എന്നുള്ള ഭാവം, അനന്യ ശരണത്വം, ഒന്നാമത്തെ കാര്യം. രണ്ടെന്താണ്? സത്യജ്ഞാനായ ആഗ്രഹം, യഥാർത്ഥ അറിവിനുള്ള ആഗ്രഹം. യഥാർത്ഥ അറിവ് എന്താണ്, എൻ്റെ ശോകത്തിനെ ഹനിക്കുന്നതായിട്ടുള്ള ആ കൃത്യമായിട്ടുള്ള അറിവെന്താണ് എന്നുള്ള അതിനുള്ള ആഗ്രഹം. എന്തെങ്കിലും വെച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതിനില്ല. നമ്മളിപ്പോൾ വർക്ക്ഷോപ്പിലൊക്കെ പോകുന്ന സമയത്ത് അയാൾ പറയും, അതേ ഇതിൻ്റെ മറ്റേ ബ്രേക്ക് ഷൂ മാറണം, ലൈനർ മാറണം, ചേട്ടാ ഇപ്പം എന്തെങ്കിലും എനിക്കൊരു കുറച്ച് നാൾ കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞിട്ട് മാറ്റാൻ പറ്റുന്ന രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് തരാൻ പറ്റുമോ എന്നല്ല നമ്മൾ ചിലപ്പോൾ ചോദിക്കും. കാര്യം പൈസ ആണതില്ലേ. ഇത് അങ്ങനെയല്ല. പിന്നെന്താണ്? യഥാർത്ഥ സത്യം, യഥാർത്ഥ അറിവെന്താണ് എന്നറിയാനുള്ള ആഗ്രഹം, അത് വേണം. പ്രപത്തിക്ക് അത് വളരെ പ്രധാനമാണ്. പിന്നെയോ ഗുരോ വിശ്വാസ, മൂന്നാമത്തത്. എന്താണ്? ഗുരുവിന് പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. എന്താണത്? ഗുരുവിന് വിഷയം അറിയാം. പുള്ളിക്കിത് അറിയാവോ, എന്താണ്ടൊക്കെ പറയുന്നുണ്ട്, സത്യമാണോ? അങ്ങനെയുള്ളൊരു ഭാവത്തിലല്ല ഗുരുവിൻ്റെ അടുക്ക പോവാ. ഗുരു തെറ്റില്ലാതെ ഉപദേശിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ ഗുരുവിൻ്റെ അടുക്ക പോവാം. പ്രപത്തിക്ക് ഇത് വളരെ ആവശ്യമാണ്. കാര്യം ഗുരുവിൽ വിശ്വാസം ഇല്ല എങ്കിൽ, എപ്പോഴെങ്കിലും ഒരു സമയത്ത് ഗുരുവിൽ വിശ്വാസം പോയി കഴിഞ്ഞാൽ, നമ്മൾക്ക് പഠിപ്പിക്കുന്ന ആൾക്കാരിൽ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ അവർ പഠിപ്പിക്കുന്നത് നമുക്ക് ഓടില്ല. കാര്യം ഇതൊരു ഇൻ്റലക്ച്വൽ എക്സസൈസും കൂടെ ആണല്ലോ. അത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. വളരെ പ്രധാനപ്പെട്ട ഗുരുവിലുള്ള ശ്രദ്ധ വളരെ 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 പ്രധാനമാണ്. പിന്നെയോ നാലാമത്തത് സമർപ്പിതും ബുദ്ധി, വളരെ പ്രധാനമാണ്. എന്താ? സമർപ്പണ മനോഭാവം. ഷാധി എന്തുപദേശിച്ചാലും എന്താണ്? പൂർണ്ണമായി അതിനെ ഞാൻ ശിഷ്യനാണ് എന്ന് മനസ്സിലാക്കി എന്നെ ഉപദേശിക്കൂ എന്നാണ് താല്പര്യം. ഞാൻ ധർമ്മസമ്മൂഢചേതനാണ്. ഓക്കെ, എനിക്ക് കൃപണഭാവമുണ്ട്. പക്ഷെ എന്താണ്? അതേസമയം എനിക്ക് അനന്യശരണത്വവും സത്യജ്ഞാനത്തിനെ ഗ്രഹിക്കാനുള്ള താല്പര്യവും ആ ഗുരുവിൽ പൂർണ്ണ വിശ്വാസവും ആ സമർപ്പിത ബുദ്ധിയും ഉണ്ട്. അതുകൊണ്ട് എന്താണ്? എനിക്ക് ആ ശ്രേയസ്സിനെ നൽകുന്നത് എന്താണോ, മുനിമാരും ശ്രുതിയും സ്മൃതിയും നിശ്ചയിച്ചു പറഞ്ഞത് എന്താണോ അതിനെ എനിക്ക് പറഞ്ഞു തരൂ. കംപ്ലീറ്റ് സറണ്ടർ. ഇത് കാണുമ്പോൾ ഭഗവാൻ ഉപദേശിച്ചു തുടങ്ങും. ആ ഉപദേശമാണെന്ത്? ഭഗവത്ഗീത. അർജുനൻ്റെ ക്വാളിറ്റീസ് ഉണ്ട്. എന്താ ക്വാളിറ്റീസ്? സ്വന്തം തെറ്റ് പോരായ്മ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്, അതിൽ നിന്ന് പുറത്ത് കിടക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്, കൂട്ടുകാരനെ ഗുരുവായിട്ട് അംഗീകരിക്കുന്നുണ്ട്. ഓക്കെ, സെൽഫ് ഇൻട്രോസ്പെക്ഷൻ വ്യക്തമായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും ചെയ്യാതായിട്ടുള്ള കാര്യം, ഞാൻ ആരാണ്, ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, സമ്മറി എന്താണ്? കൺഫ്യൂഷനിലാണ് ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ, കൂട്ടുകാരാ, തകടു, ഞാൻ ഫുള്ള് കൺഫ്യൂഷനിലാണ് നിന്റെ മുമ്പിൽ നിൽക്കുന്നത്. എന്നെ ശ്രേയസിലേക്ക് നയിക്കൂ. നീ മാത്രമേ എനിക്ക് ആശ്രയമുള്ളൂ.
നീ എന്നെ നേർവഴിക്ക് നയിക്കൂ, ഞാനത് കേട്ടോളാം. ഡൺ. ഇതാണ് പോയിന്റ്. ഇതാണ് സംഭവം. ആരാണ് ശിഷ്യൻ? പ്രപത്തിക്ക് 4 കാര്യങ്ങൾ ചെയ്യുന്നവരാണ് ശിഷ്യൻ. അയാളാണ് ശിഷ്യൻ. എന്തിനു വേണ്ടിയിട്ടാണ് ശിഷ്യൻ ഇത് കഷ്ടപ്പെടുന്നത്? ശ്രേയസ്സിന് വേണ്ടിയിട്ടാണ്. ഓക്കെ. എപ്പോഴാണ് നമ്മൾ ശിഷ്യനായിട്ടില്ല വരിക? ധർമ്മത്തിൽ മൂഢനായി കാർപ്പണ്യ ദോഷത്തോടു കൂടിയാണ് ഇവിടെ അർജുനൻ വന്നിരിക്കുക. എങ്ങനെ വരണം? നിശ്ചയിച്ച് തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് വരണം. ഓക്കെ. ഈ രീതിയിലെല്ലാം നമുക്കിതിനെ കാണാം. എന്നിട്ടോ അങ്ങനെയുള്ള ആളോട് ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യും? ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാണ് സഞ്ജയൻ പറയുക. 10ാമത്തെ ശ്ലോകമാണ്. തമുവാച ഹൃഷീകേശഃ പ്രഹസന്നിവ ഭാരത സേനയോരുഭയോർമധ്യേ വിഷീദന്തമിതം വചഃ. എന്താണ്? ധൃതരാഷ്ട്ര മഹാരാജാവേ പറയാണ്, സഞ്ജയൻ പറയാണ്, എന്ത് ചെയ്തു? ഇരുസേനകളുടെ നടുവിൽ വിഷാദിച്ചു കൊണ്ടിരിക്കുന്ന അർജുനോട് ശ്രീകൃഷ്ണൻ പുഞ്ചിരിച്ചു കൊണ്ടെന്നോണം ഇങ്ങനെ പറഞ്ഞു. ഈ ശ്രീകൃഷ്ണൻ ഇങ്ങനെ പുഞ്ചിരിച്ചെന്നോണം പറഞ്ഞതാണ് നമ്മൾ ഈ പറയുന്ന ഭഗവത്ഗീത. ഇപ്പോൾ ഉടനെ ചോദ്യം വരും, എന്തിനീ പുഞ്ചിരിച്ചേ? ശ്രീകൃഷ്ണൻ അല്ലേലേ കള്ളനാ. ഈ കള്ളന്റെ പുഞ്ചിരി എന്താ കാര്യം? പല കാര്യങ്ങൾ ആചാര്യന്മാർ പറയും. ഒന്ന്, എവിടെ നിൽക്കുന്ന അർജുനാണ്? സേനകളുടെ മധ്യത്തിൽ. എവിടെ? 2 സേനകളുടെയും മധ്യത്തിൽ ദുഃഖിച്ച് നിൽക്കുന്നു. അതല്ലെങ്കിലോ നമ്മൾ നേരത്തെ കണ്ടണക്ക് പോസിറ്റിവിറ്റിയുടെയും നെഗറ്റിവിറ്റിയുടെയും മധ്യത്തിൽ. അതല്ലെങ്കിലോ ഉള്ളിലെ പിടിവലികൾ. ഇത് നമ്മൾ നേരത്തെ കണ്ടായിരുന്നേ. എന്താണ്? ഉള്ളിലെ പിടിവലികളുടെ ഇടയിൽ എന്ത് ചെയ്യണം എന്നറിയാതെ കുഴങ്ങി നിൽക്കുന്ന അർജുനോട് പ്രഹസൻ പുഞ്ചിരിക്കുന്നത് പോലെ ഇവ പ്രഹസൻ ഇവ എന്ന് പറഞ്ഞൊരു ചിരി. കളിയാക്കി ചിരിയാണോ? എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഓക്കെ, പറയും. ഒന്ന്, ബുദ്ധിപൂർവം സംസാരിച്ചിട്ട് ഈ മണ്ടത്തരം കാണിക്കുന്ന ആൾക്കാരെ കണ്ടാൽ നമ്മൾ ചിരിക്കണോ കരയണോ? ഭയങ്കര ബുദ്ധിപൂർവമായിട്ട് ടാക്ടിക്കലി ലോജിക്കലി ഒക്കെ സംസാരിച്ചിട്ട് ചെയ്യുന്നത് മുഴുവൻ മണ്ടത്തരം. നമ്മൾ കണ്ടിട്ട് ഒരു ചിരി കൊടുക്കും. ചിലപ്പോൾ അതായിരിക്കാം ഭഗവാൻ ചിരിക്കാൻ കാരണം. അതായത് അർജുനൻ പോയിന്റ്സ് അടുക്കുകയാണ്. ടക് 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 എന്ന് പറഞ്ഞ് പോയിന്റ്സ് അടുക്കുകയാണ്. എന്നിട്ട് കാണിക്കുന്ന മണ്ടത്തരാണ്. എനിക്ക് അയ്യ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ചിരി വരും. കൂട്ടുകാരനാണേ, അതും കുസൃതിക്കാരനാണേ, ചിരിക്കാം. അല്ലെങ്കിലോ ആവശ്യമില്ലാത്ത കാര്യത്തിന് ദുഃഖിക്കുക. ചില വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട്. കൊച്ചു കുട്ടികളെ അച്ഛനും അമ്മയൊക്കെ പറ്റിക്കുന്നതിൻ്റെ വീഡിയോസ് ഉണ്ട്. കുട്ടികൾ ചെറിയ കാര്യങ്ങൾ മതി കരയാം. അപ്പോൾ ചില കാര്യങ്ങൾ അവരുമായിട്ട് നേരിട്ട് ബന്ധമില്ലെങ്കിലും ഇവരെന്തെങ്കിലുമൊക്കെ ചെയ്യുന്നതിന് ഈ കൊച്ചു ഇന്ന് കരയും. നിഴലിലിട്ട് തല്ലുന്നു. അയ്യോ അയ്യോ എൻ്റെ നിഴലെ തല്ലല്ലേ, പിള്ളേരെന്ന് കരയും. കണ്ടിട്ടില്ലേ? ഇപ്പം നമുക്കത് പൊട്ടത്തരായിട്ട് തോന്നും. പക്ഷെ ആലോചിക്കുക, നമ്മൾ അതിനേക്കാളിലും മണ്ടത്തരാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളല്ലാത്തതിനെ നമ്മളായിട്ട് തെറ്റിദ്ധരിച്ച് അതിൻ്റെ സുഖദുഃഖങ്ങൾ നമ്മുടെ സുഖദുഃഖങ്ങളാണെന്ന് കരുതി ഈ ദുഃഖത്തിൽ കൂടെ കടന്നു പോവുകയാണ്. ആലോചിച്ചു. അപ്പൊ എന്താ? ദുഃഖിക്കാൻ ആവശ്യമില്ലാത്ത കാര്യത്തെ ഓർത്ത് ദുഃഖിക്കുമ്പോൾ ഇതിനെപ്പറ്റി അറിയാവുന്ന ആള് ചിലപ്പോൾ കരുണയോടുകൂടി ഇത്തിരി കളിയാക്കിക്കൊണ്ട് ചിലപ്പോൾ ചിരിച്ചെന്നിരിക്കാം. ഓക്കെ, പ്രഹസന്നീവ. അല്ലെങ്കിലോ അർജുനന്റെ നിശ്ചയം മാറിക്കൊണ്ടേയിരിക്കുക. അർജുനന്റെ കൺവിക്ഷൻ മാറിക്കൊണ്ടേയിരിക്കുക. ഇപ്പൊ പറയുന്നതല്ല അപ്പൊ പറയുന്നത്. അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടാണല്ലോ, ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടാണല്ലോ, അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടാണല്ലോ. ഇതാണ് അർജുനന്റെ ഒരു ആണല്ലോ ആണല്ലോ ഇടയ്ക്ക് കയറി വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ചിരി വരാം. ഇനിയോ പ്രപത്തി സ്വീകരിച്ച് കൂട്ടുകാരൻ ശിഷ്യനായി. ചങ്കേ, സ്വന്തം ചങ്ക്, അവൻ ശിഷ്യനായി മാറിയെന്ന. അപ്പോൾ ഒന്ന് ചിരിക്കുക. കളിയാക്കി ചിരി ആയിരിക്കത്തില്ല. പിന്നെയോ ആ കരുണയുടെ എന്ന് പറയുന്ന തൃപ്തിയോടുകൂടിയുള്ളൊരു ചിരിയായിരിക്കാം. ഇനി അവൻ മാറും എന്നുള്ളൊരു ചിരിയായിരിക്കാം. മനസ്സിലായില്ലേ? ഇനിയോ ആശ്വാസം നൽകുന്നത് പോലെ അർജുനൻ കരയുകയാണേ. കരയുന്ന സമയത്ത് നമ്മൾ ആലോചിക്കേ, നമ്മുടെ ഇടയ്ക്ക് ആരെങ്കിലും ഒരാൾ വന്നിട്ട് ഇങ്ങനെ കരയുന്ന സമയത്ത് ഒരു ഭാവവും ഇല്ലാതെ ഇങ്ങനെ ഇരുന്ന് എങ്ങനെ ഇരിക്കും? ഇല്ല, കേൾക്കുന്നുണ്ടാ, നിന്റെ പ്രശ്നത്തിൻ്റെ ഒപ്പം ഞാനും ഉണ്ടാ എന്ന് പറയുന്ന രീതിയിൽ ഒരു ആശ്വാസം നൽകുന്ന പോലെ, പ്രോത്സാഹിപ്പിക്കുന്നത് പോലെ ഒന്ന് പുഞ്ചിരിക്കാം. നമ്മൾ പറയില്ലേ, പുഞ്ചിരിക്കൂ പരസ്പരം എന്ന് പറഞ്ഞ മറ്റേ ധർമ്മജനും പിഷാരടിയൊക്കെ ഉള്ള ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു ഇതുണ്ട്, ഒരു ചെറിയ പുഞ്ചിരിക്കൂ പരസ്പരം. നിങ്ങൾ വെറുതെ യൂട്യൂബിൽ നോക്കിയാൽ മതി. അങ്ങോട്ടും ഇങ്ങോട്ടും റോഡിൽ കൂടെ പോകുന്നവരെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുന്നതായിട്ടുള്ളൊരു സാധനമുണ്ട്. പുഞ്ചിരിക്കൂ പരസ്പരം.
പക്ഷെ അതൊരു പ്രോത്സാഹനമാണ്. അങ്ങനെ പുഞ്ചിരിച്ചിരിക്കാതിരിക്കാം. അതല്ലെങ്കിലോ ഏറ്റവും വലിയ കോമഡി, ഈ യുദ്ധക്കളത്തില് ഏറ്റവും പരമമായിട്ടുള്ള ബ്രഹ്മവിദ്യ ഉപദേശിക്കാൻ പോവാണ്. അപ്പൊ ചിരിക്കും. നീ എന്നെ എവിടാടാ കൊണ്ട് നിർത്തിയേക്കുന്നേ? എവിടെ വെച്ചിട്ടാണ് ഞാനിത് ഉപദേശിക്കേണ്ടത്? യുദ്ധക്കളത്തില് ബ്രഹ്മവിദ്യ പഠിപ്പിക്കാൻ പോവാണ്. ആലോചിച്ചു. മരണം നടക്കാൻ പോകുന്നിടത്ത് മരണമില്ല എന്ന് പറയാൻ പോവുകയാണ്. മരണത്തിന്റെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാർ മരിക്കാൻ പോകുമ്പോ അവിടെ പറയാണ് മരണമില്ല എന്ന് പറയാൻ പോവാണ്. ഇതൊക്കെ കൊള്ളാം മോനെ, ഞാനിനി എന്താ പറയാൻ പോകുന്നതെന്ന് കേട്ടാലുണ്ടല്ലോ. മനസ്സിലായില്ലേ? ഇനിയോ അർജുനൻ ഫുൾ അധികാരിയാണോ? ആകണം എന്നില്ല. അപ്പൊ അനധികാരിക്ക് ഇത് ഉപദേശിക്കുമ്പോ നിനക്ക് ഞാൻ തരാം എന്നുള്ളൊരു ചിരിയായിരിക്കാം. എന്തിനെ കണ്ണൻ ചിരിച്ചേ? ദൈവത്തിനറിയാം. എന്തിനാ കണ്ണൻ ചിരിച്ചേ? കണ്ണന് മാത്രമേ അറിയുള്ളൂ എന്നാ. ഓക്കെ. ഇനിയോ കാലം ശരിയല്ല. കാലം ശരിയല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആർപ്പും വിളികളും ഭീഷണഘോഷത്തിന്റെ ഇടയിലാണ്. നമ്മളെങ്ങനാ എന്ന് ആലോചിക്കുക. ഇവിടെ ഒരാള് അയാളുടെ ഗൂഗിൾ മീറ്റിന്റെ സൗണ്ട് അൺമ്യൂട്ട് ആക്കിയാൽ തന്നെ നമുക്ക് ഫുള്ള് ഡിസ്റ്റർബൻസ് ആണ്. ആരാ അത് ഓൺ ചെയ്തത്? ഓഫ് യു എന്നല്ല ഇവിടുന്ന് അനൗൺസ് ചെയ്യേണ്ടി വരും. ആലോചിച്ച് നോക്കൂ. അപ്പോഴാണ് ഇവിടെ മറ്റേ പണകം, ഗോമുഖം, ആനകം എല്ലാം വെച്ചിട്ട് പെപ്പര വര 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 എന്ന് പറഞ്ഞ് അവര് കൂവുന്നു, ഇവര് കൂവുന്നു. അതിൻ്റെ ഇടയിലാണ് നീ എന്നെ കൊണ്ട് ഇത് ചെയ്യിപ്പിക്കുകയാണോടാ എന്ന് ചോദിച്ചുകൊണ്ട് ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് ഉപദേശിക്കാൻ പോകുന്നത്. അല്ലെങ്കിലോ കരഞ്ഞിളകി നിൽക്കുന്ന മനസ്സിനോട് ആത്മതത്വം പറയാൻ പോവാണ്. ഭഗവാന് വിഷമിച്ച് നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ മനസ്സ് സ്റ്റഡി അല്ലാതിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ആകാൻ കാരണം. അല്ലെങ്കിലോ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കാരണമുണ്ട്. എന്താണെന്നറിയോ? ഭഗവാൻ അന്തര്യാമിയാണ്, എല്ലാം അറിയുന്നതാണ്. ആ ആളോട് ഭഗവാൻ പറയാണ്, അല്ലെ അർജുനൻ പറയാണ്, ഞാൻ യുദ്ധം ചെയ്യില്ല എന്ന്. അതായത് എല്ലാം അറിയുന്ന ആളോട് നിന്നെ അല്ല നിന്റെ അപ്പൂപ്പനെ കൊണ്ട് യുദ്ധം ചെയ്യിപ്പിക്കും എന്നറിഞ്ഞിട്ടാണ് ഭഗവാൻ അവിടെ നിൽക്കുന്നതെന്നാ. പി എൻ മണിക്കറുടെ എങ്ങാണ്ട് ഒരു കുംഭസാരം എന്ന് പറഞ്ഞൊരു കഥയുടെ തുടക്കത്തിൽ ഇങ്ങനെയാണ്. അതായത് ഞാൻ തന്നെ, അദ്ദേഹം എഴുതും, ഞാൻ തന്നെ തിരക്കഥ എഴുതി ഞാൻ തന്നെ നടത്തിയ നാടകത്തിലെ കഥാപാത്ര ആയിട്ടുള്ള നീ എൻ്റെ അടുക്ക വന്ന് കുമ്പസരിക്കുന്നോ നുണച്ചി മറിയാമേ എന്നൊരു ചോദ്യമുണ്ട്. അതായത് ഈ ലോകം മുഴുവൻ നടത്തുന്ന ആരാ? ആ ഭഗവാനാണ്. ആ ഭഗവാന്റെ അടുക്കയാണ് നമ്മൾ പോയി കുമ്പസരിക്കാൻ പോകുന്നത്. എന്ത്? ഞാൻ അത് ചെയ്ത് ഇത് ചെയ്തു എന്ന്. ഭഗവാനാണ് ഇത് മുഴുവൻ നടത്തി വിട്ടത്. മനസ്സിലായില്ലേ? എന്നിട്ട് ആ ഭഗവാനോട് നമ്മൾ കള്ളത്തരം പറയുന്ന കണക്ക് ശ്രമിക്കും. ഇതൊക്കെ കാണുമ്പോൾ എന്താ? അതുകൊണ്ടൊരു ചിരി വരും. ഓക്കെ. അല്ലെങ്കിലോ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ഇതാകാം എന്നാണ്. എന്താണ്? ഭഗവാൻ ആ സ്നേഹം കൊണ്ട്, അർജുനോടുള്ള പരമമായിട്ടുള്ള സ്നേഹം കൊണ്ട്, നമ്മളോടുള്ള പരമമായിട്ടുള്ള കരുണ കണ്ട് അർജുനൻ ഭഗവാൻ എന്ത് ചെയ്യും? ചിരിക്കും, പുഞ്ചിരിക്കും. അങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് ഇപ്രകാരം പറഞ്ഞു. ഇതം വചഃ, ഈ വാക്കുകൾ പറഞ്ഞു. എന്താണ് ആ വാക്കുകൾ? ആ വാക്കുകളാണ് ഭഗവത്ഗീത. എന്താ ഭഗവത്ഗീത? ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞതാണ് ഭഗവത്ഗീത. ധർമ്മശാസ്ത്രമാണ്, പ്രമാണഗ്രന്ഥമാണ്, സ്മൃതിപ്രസ്ഥാനാണ്, ഭൗതികശാസ്ത്ര ഗ്രന്ഥമാണ്, മാർഗനിർദ്ദേശക ഗ്രന്ഥമാണ്, ആധ്യാത്മിക ഗ്രന്ഥമാണ്, മാനേജ്മെന്റ് ടോക്സുകളൊക്കെ നടത്തുന്ന ഗ്രന്ഥം. എല്ലാം പിടിക്കും. ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അർജുനനോട് പറഞ്ഞു. എന്ത്? ഭഗവത്ഗീത. നമ്മൾ പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിക്കും, ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറയട്ടെ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.